കാരണം മനുഷ്യൻ്റെ ഈ ഇൻ്റലിജൻ്റ് ഡിസൈൻ മൂലമുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൂക്ക് അടഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല. പിന്നെ നമ്മളിങ്ങനെ ചീന്തിയിരിക്കും. ആ ചീന്തുമ്പോഴത്തേക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, മൂക്ക് അടച്ചു പിടിച്ചിട്ട് മറ്റേ മൂക്ക് ചീറ്റും. ഇപ്പോൾ പണ്ടൊക്കെ 10ാം ക്ലാസ്സിലെ ആന്തരകർണത്തിൻ്റെ പടം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. അതിൽ യൂസ്റ്റേഷ്യൻ നാളി എന്നൊരു സംഭവമുണ്ട്. മൂക്കിനകത്തുനിന്ന് ചെവിക്കുള്ളിലേക്ക് പോകുന്ന ഒരു കണക്ഷൻ. നമ്മൾ വിമാനം ഇങ്ങനെ പൊങ്ങുമ്പം ചെവിക്കകത്ത് ഇങ്ങനെ വേദന വരുമ്പോൾ, ഞാൻ ഫ്ലൈറ്റിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് മലയാളികൾ ചെവി പൊത്തുന്നു, എന്തൊക്കെയോ കുറേ കലാപരിപാടികൾ. ഒന്നിൻ്റെ ആവശ്യമില്ല, ഒരു ചൂയിങ്ങും എടുത്ത് വായിലിടുക, അല്ലെങ്കിൽ ഒന്നും വേണ്ട, വെറുതെ തുപ്പിലിങ്ങനെ ഒഴുങ്ങിയാൽ മതി. ആ ആന്തരകർണം മിഡിൽ ഇയർ അതിലെ മർദ്ദം കുറയുമ്പം ഇതങ്ങ് റിലീവ്ഡ് ആവും. പക്ഷെ അതുപോലും നമുക്കറിയില്ല. നമ്മൾ ഈ ഒരു മൂക്ക് അടച്ചിട്ട് മറ്റേ മൂക്ക് ചീറ്റുമ്പോൾ മൂക്കള പോവും, നമുക്കൊരു സുഖം കിട്ടുമെങ്കിലും യൂസ്റ്റേഷ്യൻ ട്യൂബിനകത്ത് മർദ്ദം കയറുന്നതിൻ്റെ ഫലമായി ഇത് ചെന്ന് അവസാനമായിട്ട് ചെയ്യുന്നത് കർണസ്തരത്തിന് ഇയർ മെമ്പറിനെ തള്ളുകയാണ്. ആ ചെവിക്കൊരു വല്ലായിക വരുന്നു. ദെൻ മൂക്കിനകത്തുള്ള അണുബാധേനെ ചെവിക്കകത്തേക്ക് വിടാനും ഈ ഒരു മൂക്ക് ചീറ്റലിലൂടെ സഹായിക്കും. കൊച്ചുകുട്ടികളിൽ യൂസ്റ്റേഷ്യൻ ട്യൂബിങ്ങിന് ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യാസം വലുതും നീളം ചെറുതുമാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളിൽ മൂക്കിലൊരു അണുബാധ വന്നാൽ വളരെ പെട്ടെന്ന് ആന്തരകർണത്തിലേക്ക് അണുബാധ വരുന്നത്. ഭയങ്കര കരച്ചിലായിട്ടൊക്കെ ആശുപത്രിയിൽ കൊണ്ടുവരും. ഇതെല്ലാം ഇൻ്റലിജൻ്റ് ഡിസൈൻ മൂലം ഉണ്ടായ, കളിമണ്ണ് കുഴച്ച് ഉണ്ടാക്കിയത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക, മൂക്കടഞ്ഞിരിക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ തലച്ചോറ് കൊണ്ട് പ്രവർത്തിക്കുന്ന മനുഷ്യന് ഈ മൂക്കടഞ്ഞിരുന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അസ്വസ്ഥതയാണ്. അവിടെ സലൈൻ നേസൽ റോബ്സ് പോലെ എന്തെങ്കിലും അത്ര അടപ്പുണ്ടെങ്കിൽ മൂക്ക് തുറക്കാൻ ഒരു സാധനം കൊടുക്കുന്നു. ഇതുപോലെ ഒരു ഗുളിക കൊടുത്ത്, അതായത് ഈ കലാപരിപാടി ഒന്ന് കുറയ്ക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. ഇതിന് കാരണമാകുന്ന വൈറസുകളെ ശരീരം പിടിച്ചു കെട്ടാൻ എടുക്കുന്ന സമയമാണ് ഒരാഴ്ച എന്ന് പറയുന്നത്, 5 തൊട്ട് 7 ദിവസം. അതുകൊണ്ടാണ് പറയുന്നത് മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 7 ദിവസം. പിന്നെ പൊള്ള മരുന്ന്, ഇത് മരുന്നാന്നും പറഞ്ഞ് കൊടുക്കുന്ന ചില ചികിത്സാ രീതികളുണ്ട്. അവരുടെ അടുത്ത് നിന്നാലും മരുന്ന് കിട്ടും. അവരെന്ത് ചെയ്യും, കൊടുത്തിട്ട് പറയും മറ്റേൽ അവരെ പോലെ ഇത് പെട്ടെന്ന് പിടിക്കത്തില്ല, ഒരാഴ്ച എടുക്കും കേട്ടോ. ശരി, അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ പഞ്ചാര ഗുളിക കഴിച്ചുകൊണ്ടിരിക്കും. ഒരാഴ്ച ആയപ്പം പോയല്ലോ. എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, തനിയെ പോയതാണ്. ഇത് പലർക്കും അറിയില്ല. ഇതാണ് ഇൻഫ്ലമേഷൻ. അപ്പോൾ ഇനി നമ്മളെപ്പോഴെങ്കിലും നമ്മളുടെ ഒരു ഏതെങ്കിലും അവയവുമായിട്ട് ബന്ധപ്പെട്ട് കൊളൈറ്റിസ് അല്ലെങ്കിൽ നെഫ്രൈറ്റിസ്, ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ കേട്ടാൽ ഓരോ അവയവത്തിൻ്റെ പേരിനോടും ഐറ്റിസ് എന്ന് വന്നാൽ ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ. അവിടെ ഇങ്ങനെ ഒരു ശോധവീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, അവിടെ ഒരു പരുക്ക് പറ്റി ശരീരം കുറേ കലാപരിപാടികൾ നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇതുപോലെയുള്ള കുറച്ച് ദ്രാവകാംശം ഊറിയിറങ്ങൽ, കുറച്ച് വീക്കം, കുറച്ച് വേദന, ഇത്തരം കാര്യങ്ങളുണ്ട്. ഇവയെ ഇല്ലാതാക്കാൻ വേണ്ടി കൊടുക്കുന്ന മരുന്നുകളാണ് NSAID, നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അല്ലെങ്കിൽ സ്റ്റിറോയിഡുകൾ. ഇൻഫ്ലമേഷൻ ഇല്ലാതാക്കാനുള്ള മരുന്നുകൾ 2 തരമാണ്. ഒന്നുകിൽ സ്റ്റിറോയിഡ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇതര മരുന്നുകൾ. സർവ്വസാധാരണമായിട്ട് ആൾക്കാർ മുട്ടുവേദനയും മറ്റു കാര്യങ്ങൾക്ക് വരുമ്പോൾ കഴിക്കുന്ന മരുന്നുകളാണ് നമ്മൾ ഈ പറയുന്ന NSAIDs. അതിൽ ഫലിക്കാതെ വരുമ്പോൾ മാത്രമേ ആധുനിക വൈദ്യത്തിൽ എന്ത് ചെയ്യാറുള്ളൂ, സ്റ്റിറോയിഡുകൾ കൊടുക്കാറുള്ളൂ. പക്ഷേ ചേമ്പിൽ നിന്നും പിന്നെ അതുപോലെയുള്ള പച്ചിലകളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന പല പ്രിപ്പറേഷനുകളും പ്ലാന്റ് സ്റ്റിറോയിഡുകൾ, ചെടികളിൽ നിന്നുണ്ടാകുന്ന സ്റ്റിറോയിഡുകൾ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇത് കഴിച്ചിട്ട് കുറച്ച് പേര് പറയും അത് പച്ചിലയാണല്ലോ, അത് കുഴപ്പമൊന്നും ഇല്ലല്ലോ, അതിന് സൈഡ് ഇഫക്റ്റ് ഇല്ലല്ലോ. എഫക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റും ഉണ്ടാകും. സ്റ്റിറോയിഡുകൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ എടുത്ത് കൊടുക്കാത്തതിൻ്റെ കാരണം കുറേ വർഷങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതുമൂലം പ്രമേഹം ഉൾപ്പെടെയുള്ള കുറേ കാര്യങ്ങൾ വരും. സോ ആധുനിക വൈദ്യം എന്ന് പറയുന്നത് എപ്പോഴും മറ്റ് മരുന്നുകൾ ഫലിക്കാതെ വരുന്ന ഒരു സമയത്ത് മാത്രമേ സ്റ്റിറോയിഡുകൾ കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ജീവൻ അത്രത്തോളം അപകടത്തിലാകുമ്പോഴത്തേക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ. കൊടുത്താൽ തന്നെ അതിൻ്റെ അളവ് കുറച്ച് ഡോസ് ടേപ്പർ ചെയ്ത് മാത്രമേ നമുക്ക് നിർത്താനും പാടുള്ളൂ. കാരണം ശരീരത്തിനകത്ത് ഓൾറെഡി ഉണ്ടാകുന്ന സ്റ്റിറോയിഡുകളുടെ ഉൽപ്പാദനം വെളിയിൽ നിന്നൊരു മരുന്ന് കൊടുക്കുമ്പോൾ തടസ്സപ്പെടും. അപ്പം അങ്ങനെ ഒരു പരുക്ക് പറ്റാത്ത രീതിയിൽ, അഡ്രീനൽ ഇൻസഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും, അങ്ങനെ ഒരു സാധനം ഉണ്ടാവാത്ത രീതിയിൽ വേണം നമ്മൾ കൊടുക്കാൻ. പക്ഷേ ലാടവൈദ്യന്മാർക്കോ മറ്റ് സമാന്തരക്കാർക്കോ ഇതൊന്നും അറിയത്തില്ല. ആൾക്കാർ അവരുടെ അടുത്ത് പോയി തലവയ്ക്കും, എന്നിട്ട് അവസാനം പ്രമേഹവും ഇതുമൂലമുള്ള വൃക്കരോഗങ്ങളും ഒക്കെ ആയിട്ട് ഇവർ തിരിച്ചു വരും എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത.